എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക മയ്യനാട്, കൊല്ലത്ത് മയ്യനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. പതിനാലാം വാർഡിൽ. എൻ്റെ കുക്കുമ്പർ കൃഷിയെപ്പറ്റി പറയാനായിരുന്നു ഞാനിന്ന് വിചാരിച്ചത്. കാര്യം ഞാൻ രാവിലെ ഇവിടെ വന്ന് വിളവെടുക്കുമായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് കാണിക്കാം. കുക്കുമ്പർ എങ്ങനെ നടുന്നതെന്നും എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാനും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വിളവ് കാണാം നമുക്ക്. ഞാൻ പറിച്ച് ട്രെയിലോട്ട് വെച്ചതാണിപ്പം. ഫ്രഷായിട്ട് തന്നെ പറിച്ച്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറിക്കാൻ കാര്യം. പിന്നെ ഇതാണ് കുക്കുമ്പർ, കണ്ടില്ലേ? അതിൻ്റെ ഇലകൾ ഫ്രഷായിട്ട് നിൽക്കുന്ന. ഇതിൻ്റെ പരിചരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് കുമ്മായ വിട്ട് 7 ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടിവളമായിട്ട് കോഴിവളവും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് സാധാരണ എല്ലാ കൃഷികൾക്കും ചെയ്യുന്ന പോലെ പച്ചക്കറികൾക്ക് അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് എന്നിട്ട് തയ്യോ വിത്തോ എന്തോന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 4 ഇല പരുവാകുമ്പോൾ നമ്മളൊന്നുകൂടെ അടിവളം കൊടുക്കണം. അതിന് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം, നല്ല വെള്ളം വേണം, വായു സഞ്ചാരം വേണം. അങ്ങനെ ഒത്തിരി പരിചരണമൊന്നും വേണ്ട, എന്നാലും നമ്മൾ നോക്കണം നല്ലതുപോലെ. കീടങ്ങളുടെ ശല്യമുണ്ടോ? തേണ്ട കുക്കുമ്പർ കിടക്കുന്ന കുക്കുമ്പർ ഇതാണ്ട്. ഇത് പച്ച കുക്കുമ്പറാണ്, മറ്റേത് വെള്ള. ഇത് കണ്ട പച്ച കുക്കുമ്പർ കിടക്കുന്നുണ്ടോ? അത്ര സുഖമായിട്ട് വന്നില്ല, വിചാരിച്ച പോലെ വന്നില്ല. പിന്നെ ഈ കുക്കുമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ഫുഡിൽ അത് ആഡ് ചെയ്യുന്ന ഒത്തിരി നല്ലതാണ്. കുക്കുമ്പറിൻ്റെ ഗുണവിശേഷങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. എന്ന് വെച്ചാൽ അത് നല്ല ഒരു സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഷുഗറുള്ളവർക്ക്, പ്രത്യേകിച്ച് ഷുഗറുള്ളവർക്ക് സാലഡായിട്ട് ഉപയോഗിക്കാനും, അതുപോലെ അവർക്കൊത്തിരി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പം വയറ് നിറച്ച് കഴിക്കാനായിട്ട് ഇത് തൊലിയോടുകൂടിയും തൊലി മാറ്റിയും നമുക്ക് കഴിക്കാൻ പറ്റും. എന്നിട്ട് കണ്ടില്ലേ, എല്ലായിടത്തും കുക്കുമ്പറുണ്ട്. പ്രാണിശല്യമുണ്ട്, അതിന് നമ്മൾ ഇതാണ്ട മഞ്ഞ പേപ്പർ ഇടുന്നുണ്ട്, അതിനകത്ത് പ്രാണി വരുന്നുണ്ട്. പിന്നെ പഴക്കണി, അത് വേറൊരു വേ ഓഫ് കീടനിയന്ത്രണമാണ്. ഇതും പഴക്കണിയാണ്. നമ്മുടെ കിസാൻ കുപ്പിക്കകത്തൊക്കെ വെച്ചിരിക്കുന്ന, അതിന് വേണ്ടി പ്രത്യേകം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫെർമോൺ കെണി എന്ന് പറയും, ഇതും കുക്കുമ്പറാണ്. ഇവിടെ മുഴുവൻ കുക്കുമ്പറുണ്ട്. ഫെർമോൺ കെണി ഇതാണ്ട്. ഇതിനകത്ത് കീടങ്ങൾ വന്ന് കിടക്കുന്നുണ്ടോ? ഇത് നിറച്ച് ഇതിനകത്ത് മുഴുവൻ കീടങ്ങളാണ്, കണ്ടോ? പിന്നെ ഫെറമോൺ കെണിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെജിറ്റബിളിന് പ്രത്യേകമുള്ളതാണ്. ഇത്രയൊക്കെ നമ്മൾ കാത്തിട്ടും നമുക്ക് കീടശല്യം ഒത്തിരിയുണ്ട്. ഉണ്ട്. ഇതിലെല്ലാം നിറച്ച് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഉണ്ട്. ഇത് മുഴുവൻ കുക്കുമ്പറാണ്. നമുക്ക് ആവശ്യമുള്ളതും ഞാൻ പുറത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിന്നെ ആൾക്കാർ ഇതറിഞ്ഞ് വന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ ഇതിൽ 96% ഇതാണ്, വെള്ളമാണ്. അതുകൊണ്ട് ശരീരത്തിന് വേണ്ട ഹൈഡ്രേഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ബവൽ മൂവ്മെൻറ്റ്സിന്, ഡൈജഷന്, എല്ലാത്തിനും ഈ കുക്കുമ്പർ ഒത്തിരി നല്ലതാണ്. അപ്പം ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
എല്ലാവർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതൊക്കെ ചെറുതാണ്. കീടശല്യമുണ്ട്. കവറിടാം നമുക്ക്. പക്ഷെ കവറിട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെട്ടവും വെളിച്ചമൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ അവിഞ്ഞു പോവും. അതുകൊണ്ട് പേടിച്ചാണ് ഞാൻ കവറിലിടാത്തത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതാണ് എൻ്റെ കുക്കുംബർ. നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം, കുക്ക് ചെയ്ത് കഴിക്കാം. ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം വയറ് നിറയുകയും ചെയ്യും. നമ്മൾ ചുമ്മാ കടയിൽ നിന്ന് പഴംപൊരിയും ഉഴുന്നുവടയും അതും ഇതുമൊക്കെ വാങ്ങിച്ച് വെറുതെ പൈസ കളയുന്നതിലും നല്ലത് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വാങ്ങാം, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കൂടാതെ ഇതാ അവിടെയൊക്കെ കണ്ടോ, നമുക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വിഷം കലർന്നത് നമ്മൾ എത്രയോ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇല്ലാതാക്കാമല്ലോ നമുക്ക്. അപ്പം എല്ലാവർക്കും എന്താണ്ട് എല്ലായിടത്തും ഫെർമോൺ കെണി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഒരു പ്രചോദനമായിട്ട് എല്ലാ ദിവസവും ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട്. ഓരോ ദിവസവും ഓരോന്നിടാം. അപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.